എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഫ്ലോറിഡ സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള അടുത്ത വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. രണ്ട് കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ജംഗിൾ ക്രൂസും പിന്നെ എൻചാന്റഡ് ടിക്കി റൂം എന്ന് പറഞ്ഞ ഒരു ഷോവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ജംഗിൾ ക്രൂസ് എന്ന് പറയുമ്പോൾ ജംഗിൾ കൂടെ ഒരു യാത്രയാണ്. അവിടെ നമുക്ക് പോണ വഴി നിറച്ച അനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. ഒറിജിനൽ ആയിട്ടുള്ള ആനയോ ഒന്നുമല്ല. ഈ റൈഡ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു ജേണിയാണ് ത്രൂ അമേസോൺ, കോങ്കോ, നൈൽ ആൻഡ് മെക്കോങ് റിവർ കൂടെ ഒരു ജേണിയാണ് തീമായിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജയന്റ് പൈത്തോൺ, camp-raided gorillas, headhunters, waterfalls, pride of lions, പിന്നെ ഏഷ്യൻ ടെമ്പിൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. ജംഗിൾ ക്രൂസ് എന്ന് പറയുമ്പോൾ ജംഗിൾ കൂടെ ഒരു യാത്രയാണ്. അവിടെ നമുക്ക് പോണ വഴി നിറച്ച അനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് ആനിമാട്രോണിക്സ് വഴിയാണത് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ കാണുന്ന അനിമൽസ് ഒന്നും ഒറിജിനൽ ആയിട്ടുള്ള ആനയോ ഒന്നുമല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലി ഒരു സഫാരിയിൽ നമ്മൾ പോകുമ്പോൾ ഒരുപാട് അനിമൽസ് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അവർ ഒന്നുമില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയമായിരിക്കാം. അപ്പം നമുക്ക് എല്ലാ അനിമൽസിനെയും നമുക്ക് ഒരേപോലെ ഒരേ സമയത്ത് ഈ ഒരു 10-15 മിനിറ്റുള്ള റൈഡാണ്. അതിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആനിമാട്രോണിക്സ് വഴി ഇതും ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റൈഡിൽ കൂടെ നമുക്ക് എല്ലാ അനിമൽസിനെയും നമുക്ക് കാണാൻ പറ്റും. അതും ഭയങ്കര നന്നായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കത് കണ്ടു നോക്കാം. ഈ ജംഗിൾ ക്രൂസ് ഡിസ്നി വേൾഡിലെ സിഗ്നേച്ചർ റൈഡായിരുന്നു എന്നാണ് പറയുന്നത്. അത് പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, ആ ടൂർ ഗൈഡ്സ് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യും, ഒരുപാട് ജോക്സ് പറയും. അതൊക്കെ ഈ ഷോയിൻ്റെ ഹൈലൈറ്റാണ്. ഒരുപാട് ഇൻറ്ററാക്റ്റീവ് ആണ് ഇവരുടെ ഓരോ റൈഡ്സും. നമ്മളായിട്ട് ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ അവർക്കൊരു പ്രത്യേക ട്രെയിനിങ് ആണ്. നമ്മളും ഇൻവോൾവ് ആയിപ്പോൾ ആ ഒരു റൈഡിൽ നമ്മളായിട്ട് ഒരുപാട് അവർ ഇൻറ്ററാക്ട് ചെയ്യും, നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് തരും. ഏതൊരു ഡിസ്നി വേൾഡിലെ ഷോയിൻ്റെ ഹൈലൈറ്റ് അതാണ്. ഭയങ്കര ഇൻറ്ററാക്റ്റീവ് സെഷൻസ് ആണ്. നമ്മൾ ഓഡിയൻസ് അറിയാണ്ട് അതിൽ ഇൻവോൾവ് ആയി നമ്മളത് എൻജോയ് ചെയ്യും എന്ന് അവർ ഉറപ്പുവരുത്തും. അതാണ് അവരുടെ ആ ഒരു ഡിസ്നി വേൾഡിൻ്റെ സക്സസ്. കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് അവരത് കാണിച്ചിരിക്കുന്നതെന്ന്. വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മുടെ മേത്തേക്ക് വെള്ളം വരും തോന്നും, പക്ഷെ വെള്ളമൊന്നും വരില്ല കേട്ടോ. കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യും ഈ ഒരു റൈഡ്. മുതലയൊക്കെ കാണാൻ പറ്റും. ശരിക്കും നമ്മൾ ഒറിജിനലാന്ന് തോന്നിപ്പോട്ടോ, റിയൽ ആയിട്ടുള്ളൊരു മുതലയാണെന്ന് നമുക്ക് തോന്നുക. ഒരു പഴയ ഒരു ഏഷ്യൻ ടെമ്പിളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ നല്ല രസമാണ് കാണാൻ. കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യും. എന്തായാലും കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ റൈഡ് മിസ്സാക്കാൻ പാടില്ല. ശരിക്കും ആ ആനയൊക്കെ കണ്ടോ, എന്തൊരു ഒറിജിനലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. വെള്ളം മേത്തേക്ക് കോരി ഒഴിക്കണതും അതൊക്കെ നല്ല ഭംഗിയാണ്. എൻ്റെ മോൾക്ക്, എൻ്റെ വാവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഇവിടെ. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. ആ വെള്ളം മേത്ത് ഒഴിക്കുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എത്ര നാൾ മുമ്പാണ് പുള്ളി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അത്രയും അതാണ് ആ ഒരു റൈഡിൻ്റെ പ്രത്യേകത. നമ്മൾ ആ റൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു ഷോയിലേക്ക് പോവാം. ഇപ്പം ഞങ്ങളിവിടെ ജംഗിൾ ക്രൂസിൽ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയാണ് ജംഗിൾ ക്രൂസ്, നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും. പിന്നെ നമുക്കിത് ഇവിടെ അലാവുദ്ദീൻ്റെ ഒരു ഷോ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ എൻചാന്റഡ് ടിക്കി റൂമിലേക്കാണ് പോകുന്നത്. എന്താ റൈഡൊന്നും അറിയില്ല. കുറേ അനിമൽസും ബേർഡ്സിനെ കാണാൻ പറ്റുമെന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം.
അപ്പം നമ്മൾ ആ എൻചാൻറ്റഡ് ടിക്കി റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഒരു 1 hour 2 hours നമുക്ക് ക്യൂ നിൽക്കണം. എല്ലാവർക്കും നല്ല തിരക്കാട്ടോ. ചില സ്ഥലത്തൊക്കെ 1 hour ക്യൂ നിൽക്കേണ്ടി വന്നു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ആ ക്യൂ നിന്നാലും അത്രയും പ്രശ്നം തോന്നില്ല. പിന്നെ എന്താ വെച്ചാൽ മഴ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ എന്താ പറയുക, നമുക്കിങ്ങനെ ഷെഡ് പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് മഴയൊന്നും കൊള്ളില്ല. അപ്പോൾ പിള്ളേരെ കൊണ്ട് നിൽക്കാനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി റൈഡ് എത്തിയിട്ട് ഞാൻ കാണിക്കാം. ഈ ഷോയിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓഡിയോ അനിമെട്രോണിക്സ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ഷോ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ബേർഡ്സ്, പിന്നെ അവർ പാട്ട് പാടുന്നതും അവരൊരുപാട് ജോക്സ് പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതൊക്കെ അവർ ഓഡിയോ അനിമെട്രോണിക്സ് ടെക്നോളജി വെച്ചിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു ഐ ക്യാച്ചിങ് ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തേക്കുന്ന കാരണം ഒരുപാട് അനിമേറ്റേഴ്സിൻ്റെ സിങ്ക്രണൈസ്ഡ് മൂമെൻറ്റ് അവർ ഈ അനിമെട്രോണിക്സ് വഴിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര സ്പെക്ടാക്കുലറാണ് കാണാൻ, കേൾക്കാനും. നമുക്ക് വിഷ്വൽ എഫക്റ്റും നമ്മുടെ അതിൻ്റെ ഓഡിയോ ഒക്കെ അടിപൊളിയാണ്. ഇത്ര അധികം ബേർഡ്സിൻ്റെ മൂമെൻറ്റ്സ് അനിമെട്രോണിക്സ് വഴി കാണിക്കുക അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അതിശയിക്കുന്നൊരു ഫാക്റ്റാണ്. പിന്നെ അവർ തണ്ടർ സ്റ്റോം വരെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ചുമരുകൾ പോലും അനിമെട്രോണിക്സ് വഴി കൺട്രോൾഡ് ആണ്. അത് ഭയങ്കര ഒരു അതിശയം തന്നെയാണ്. ഈ ഒരു ഷോയിൻ്റെ ഒരു ഹൈലൈറ്റും ഇത് തന്നെയാണ്. ഇത് അവർ ഈ ഷോ ഉണ്ടാക്കിയത് 1963 ആലോചിക്കണം. നമ്മൾ ഇപ്പോഴത്തെ ഒരു സമയത്തല്ല. അതാണ് ഈ ഒരു ഷോയിൻ്റെ പ്രത്യേകത. ഇതുപോലത്തെ അനിമെട്രോണിക്സ് അവർ അത്രയും പഴയ കാലത്ത് 1963 തൊട്ടേ അവരത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഡിസ്നി വേൾഡ് പാർക്കിൻ്റെ ഒരു ഹൈലൈറ്റ്. അതുകൊണ്ടാണ് ഈ ഒരു പാർക്ക് ഇത്രയും അധികം സക്സസ്ഫുൾ ആവുന്നത്. കാരണം ഇവിടെ നമ്മൾ കാണുന്ന ഷോസ് വേറെ എവിടെയും കാണുന്ന ഷോസായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അത്രയും അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരുപാട് നന്ദി. Thank you. Bye bye.